ഇന്നൊരു അഡീനിയം വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ശരിക്കും അഡീനിയത്തിൻ്റെ പ്രൂണിംഗ് ആണ് ആക്ച്വലി സംഭവിച്ചത്. ഞാൻ അഡീനിയത്തിൻ്റെ പ്രൂണിംഗ് എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് വീഡിയോ കേൾക്കുമ്പോഴാണ് അതിൽ വോയിസ് റെക്കോർഡ് ആയിട്ടില്ല, മൈക്കിന് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ വോയിസ് റെക്കോർഡ് ആവാത്തത് കാരണം ഞാൻ വോയിസ് ഓവർ ചെയ്തിട്ടാണ് ഈ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ ചില കാര്യങ്ങളിൽ മാച്ചിങ് ആയില്ലെങ്കിലും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക. ഓക്കെ. ഹലോ, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഫെബ്രുവരി മാസമാണ്. അഡീനിയം പ്രൂൺ ചെയ്യാൻ പറ്റിയ സമയമാണ്. എൻ്റെ വീഡിയോസിൽ പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ഒന്നുകിൽ ഫെബ്രുവരി മാസം അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉള്ളത് ഓഗസ്റ്റ് മാസത്തിൽ നമുക്ക് വേണമെങ്കിൽ അഡീനിയം പ്രൂൺ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ അഡീനിയം ചെടികളായി ഫെബ്രുവരിയിൽ പ്രൂൺ ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് നോക്കിയാൽ മനസ്സിലാവും. കണ്ടല്ലോ, എൻ്റെ അഡീനിയം ചെടികൾ മൊത്തത്തിൽ നന്നായിട്ട് പറഞ്ഞാൽ ഒരുവിധം പൂക്കളൊക്കെ നിൽക്കുകയാണ്. സാധാരണ ഫെബ്രുവരി മാസം ഇത്രയും പൂക്കാറില്ല എൻ്റെ അഡീനിയം ചെടികൾ. അപ്പോൾ കാത്തിരുന്ന് വന്ന ഈ പൂക്കളെ എന്തോ കട്ട് ചെയ്ത് കളയാനൊരു മടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പ്രൂണിങ് ഓഗസ്റ്റ് മാസത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പം ഞാൻ നിങ്ങളോട് നേരത്തെ ഒരു വീഡിയോ ചെയ്തും പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തായാലും ഒരു അഡീനിയം നിങ്ങൾക്ക് വേണ്ടി പ്രൂൺ ചെയ്ത് ഞാൻ കാണിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ചെടി ഇന്ന് നിങ്ങളെ പ്രൂൺ ചെയ്ത് കാണിക്കുക. എങ്ങനെയാണ് അഡീനിയം പ്രൂൺ ചെയ്യുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇനി അഡീനിയം പ്രൂൺ ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം, എൻ സ്ക്രീനിലും കൊടുത്തിരിക്കാം. എന്തെങ്കിലും സംശയമുള്ളവർ ആ വീഡിയോയും കൂടെ ഒന്ന് കണ്ടു നോക്കുക. കാരണം ഒന്നും കൂടി ഞാൻ അതിൽ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൂണിങ് പരിപാടി ആരംഭിക്കാം. ഓക്കെ. ഇതേ കണ്ടോ, എല്ലാം തന്നെ പൂത്തിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഞാൻ പൊക്കുന്ന നമ്മുടെ ഈ സുന്ദരിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും ഇവിടെ ആരാണെന്ന്. നമുക്ക് വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടിയ സുന്ദരിയാണ്. നമ്മൾ ലാസ്റ്റ് ടൈം പ്രൂണിങ്ങിൻ്റെ ഒരു ഇഫക്റ്റ് കണ്ടോ, ഫുൾ ബ്രാഞ്ചസ് ഒക്കെ നല്ല ഭംഗിയായിട്ട് ബുഷിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിൽ കുറച്ചധികം പൂക്കളുണ്ടായി, പക്ഷേ ഇപ്പോൾ പൂക്കളൊക്കെ കൊഴിഞ്ഞ് വേണമെങ്കിൽ പ്രൂൺ ചെയ്ത് കൊടുക്കാം എന്നൊരവസ്ഥയിലാണ്. എന്നാലും കുറച്ച് പൂക്കളുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതിനൊന്ന് പ്രൂൺ ചെയ്ത് കാണിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രൂണിങ് പരിപാടികൾ ഒന്നായിട്ട് ആരംഭിക്കാം കേട്ടോ. ഇത് ഞാൻ സാധാരണയായിട്ട് അഡീനിയം പ്രൂൺ ചെയ്യുന്ന സമയത്ത് ഗ്ലൗസ് ഒന്നും ഉപയോഗിക്കാറില്ല. ഇത് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഗ്ലൗസ് ഉള്ളത് കൊണ്ട് ഞാൻ ഗ്ലൗസ് ഉപയോഗിക്കാമെന്ന് വെച്ചിരിക്കുകയാണ്. വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി. നമ്മുടെ കൈ ചീത്തയാവാതിരിക്കുകയും ചെയ്യും. പിന്നെ കുറച്ചൊരു ഹൈജീനിക് കണ്ടീഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും ഗ്ലൗസ് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നല്ല മൂർച്ചയുള്ള കത്തി അല്ലെങ്കിൽ ബ്ലേഡാണ്. അപ്പോൾ നിങ്ങൾ കത്തിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കത്തി ഉറപ്പായിട്ട് നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്യണം. ഒരു ഹൈഡ്രജൻ പെറോക്സൈഡോ വല്ലതും പോയിട്ട് സ്റ്റെറിലൈസ് ചെയ്യണം. അതല്ല എങ്കിൽ ബ്ലേഡ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയും കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ബ്ലേഡ് കൂടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രൂണിങ് ആരംഭിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഏത് ബ്രാഞ്ചാണ് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ചുവട്ടിൽ നിന്ന്, ആ ബ്രാഞ്ചിൻ്റെ തുടക്കത്തിൽ നിന്ന് ഒരു 2-2.5 ഇഞ്ച് മുകളിലോട്ട് വെച്ച് വേണം നമ്മളെപ്പോഴും പ്രൂൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇത്രയും സ്ഥലത്ത് നമുക്ക് കുറച്ച് ലീഫ് നോഡുകൾ, ഇല കൊഴിഞ്ഞു പോയ ആ ഭാഗം കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ അവിടെ നിന്നാണ് പുതിയ ബ്രാഞ്ചസ് വരുന്നത്. അപ്പോൾ അതിന് കണക്കായിട്ട് കുറേ ലീഫ് നോഡ്സ് വിട്ടതിന് ശേഷം മാത്രം പ്രൂൺ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ വെച്ചാണ് ഇത് കട്ട് ചെയ്യുന്നത്. കണ്ടോ, ഒരെണ്ണം കൂടെ കട്ട് ചെയ്ത് കാണിക്കാം. കണ്ടോ, ഏകദേശം 2-2.5 ഇഞ്ച് മുകളിലായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാ ബ്രാഞ്ചസും കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളിനി കട്ട് ചെയ്യുന്ന സമയത്ത് അഡീനിയത്തിൻ്റെ ഷേപ്പ് ഏത് ഷേപ്പിൽ നിൽക്കണം എന്നും കൂടെ ആലോചിച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും കേട്ടോ. നല്ല ബുഷായിട്ട് നിൽക്കണമെങ്കിൽ എങ്ങനെ ഉണ്ടാവണം, അഡീനിയം എങ്ങനെ കട്ട് ചെയ്യണം, അതും കൂടെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതേ ഫുൾ ബ്രാഞ്ചസും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നോക്കേണ്ടത് ഇത് കട്ട് ചെയ്ത ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ കണ്ടോ, ഒരു ലിക്വിഡ്, ചെറു ദ്രാവകം ഇങ്ങനെ ഒലിച്ചു വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത് ഒരു ടിഷ്യൂ പേപ്പറോ ഒരു കോട്ടൺ തുണിയോ കൊണ്ട് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുക കേട്ടോ. ഈ ലിക്വിഡ് താഴേക്ക് ഒലിച്ചിറങ്ങുകയാണെങ്കിൽ ഈ തണ്ട് ചീത്തയാവാനോ അല്ലെങ്കിൽ അഴുകി പോകാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതൊന്ന് ക്ലീനാക്കി കൊടുക്കുക മൊത്തത്തിൽ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മൊത്തത്തിൽ ക്ലീനാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് കണ്ടോ, സാഫ് എന്ന് പറയുന്ന ഒരു ആൻറ്റി ഫംഗൽ പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ സാഫ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒരു കുഴമ്പ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ. യെസ്. അപ്പോൾ ഇത് നമ്മൾ കുറേശ്ശെ എടുത്തിട്ട് ഈ കട്ട് ചെയ്ത ഭാഗത്ത് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക കേട്ടോ. ഇത് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടായി തണ്ട് ചീഞ്ഞു പോകാതിരിക്കാൻ, അല്ലെങ്കിൽ ഉണങ്ങി പോകാതിരിക്കാൻ സഹായിക്കും കേട്ടോ. നിങ്ങളുടെ കയ്യിൽ സാഫ് ഇല്ല എങ്കിൽ, സാഫ് വാങ്ങാൻ സാധിക്കുന്നില്ലെങ്കിൽ മെഴുകുതിരി ഉണ്ടല്ലോ, മെഴുകുതിരി ഉരുക്കിയിട്ട് അതിൻ്റെ വാക്സ് ഇവിടേക്ക് ഒഴിച്ചു കൊടുത്തൊന്ന് ക്ലോസ് ചെയ്താലും മതി ആ ഭാഗം. അപ്പോഴും വെള്ളം ഇറങ്ങിയിട്ട് തണ്ട് നശിച്ചു പോകാതിരിക്കാൻ സഹായിക്കും കേട്ടോ അത്.
അപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് സാഫ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, ഇത് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ വെയിലത്ത് വെക്കാൻ പറ്റുമെന്നുള്ളത്. വെയിലത്ത് വെക്കരുത് എന്ന് തന്നെ ഞാൻ പറയും. കാരണം ഇതൊന്ന് ഉണങ്ങണം. നമ്മൾ അപ്ലൈ ചെയ്ത സാഫ് ഒന്ന് തണ്ടുമായിട്ട് ഉണങ്ങി പിടിക്കണം. പിന്നെ മഴ വല്ലതും പെയ്യുകയാണെങ്കിൽ ഇത് ഇളകിപ്പോകാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ഒരു ദിവസം, ഒരു 1-2 ദിവസം തണലത്ത് വെച്ച് ഇതൊന്ന് സെറ്റായതിനു ശേഷം പിന്നെ നമുക്ക് ഇതിനെ സൺലൈറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ വെള്ളവും കാര്യങ്ങളും സാധാരണ രീതിയിൽ നമ്മൾ അടീനിയം നനയ്ക്കുന്നത് പോലെ തന്നെ നനച്ച് കൊടുത്താൽ മതി. അപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്ക്, ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ല ബുഷായിട്ട് കുറേ ബ്രാഞ്ചസ് വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സാധാരണഗതിയിൽ ഞാൻ അടീനിയം വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ എപ്പോഴും അതിൻ്റെ അപ്ഡേറ്റും കൂടെ ഉൾപ്പെടുത്തിയാണ് അപ്ലോഡ് ചെയ്യാറ്. അപ്പോൾ ഇത്തവണ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഫെബ്രുവരി പകുതി ആകുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യേണ്ട ആവശ്യമുള്ളതുകൊണ്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ്. ഇതേ രീതിയിൽ പലപ്പോഴും അടീനിയം പ്രൂവ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ഉൾപ്പെടെ ഞാൻ വീഡിയോസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ കാണുന്നത്, കണ്ടല്ലോ. ഈ അടീനിയങ്ങളൊക്കെ ഞാൻ ഈ രീതിയിലാണ് പ്രൂവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. പിന്നെ വേറെ നല്ലത്, ഞാൻ അടീനിയം പ്രൂവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് തരണമെന്ന് പറയുന്ന കുറേ സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ടെങ്കിൽ കുറേ വ്യൂവേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വളരെ കുറച്ച് കട്ടിങ്സ് മാത്രമേ ഉണ്ടാകാറുള്ളൂ. അത് കുറച്ച് ഈ അയൽവാസികളൊക്കെ കൊണ്ടുപോകും. പിന്നെ എൻ്റെ പല പരീക്ഷണങ്ങൾക്കായിട്ട് ഞാനിത് ഉപയോഗിക്കാറുമുണ്ട്. പിന്നെ ഇത് അയക്കാനുള്ള ബുദ്ധിമുട്ടും എൻ്റെ തിരക്കൊക്കെ കാരണം എനിക്ക് ചെയ്യാൻ സാധിക്കാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരു 10 പേർക്ക് സൗജന്യമായിട്ട് ഞാൻ അടീനിയം പ്ലാൻസ് തന്നെ അയച്ചു കൊടുക്കാനുള്ള കാരണം. അപ്പോൾ അടീനിയം പ്രൂണിങ്ങിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടമായിട്ടുണ്ടാവും, അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്. ഓക്കെ.